റവി എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. പതപ്പ ഫ്രൈ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിനെ ലെങ്സ് ഫ്രൈ എന്നും പറയാറുണ്ട്. ഇത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് നല്ലൊരു മെഡിസിൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പതപ്പ എടുത്ത് നല്ലോണം അരിഞ്ഞതിന് ശേഷം അതിലെ ബ്ലഡിൻ്റെ അംശമൊക്കെ പോകണം. അപ്പോൾ അതിനൊക്കെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് നല്ലോണം കഴുകിയെടുക്കണം. അതിനുശേഷം നമുക്കതിനെ കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേവിക്കുന്നതിനായിട്ട് മുന്നായി നമ്മൾ വേറെ അതിനകത്ത് മസാല ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ കുക്കറിൽ ഇട്ടതിന് ശേഷം അതിലേക്ക് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് നല്ലോണം അടിച്ചെടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒരു 3 പീസിൽ അടിക്കുന്നതിന് വരെ കുക്കർ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം അതിനകത്ത് കുരുമുളകൊക്കെ പിടിക്കും. നമ്മളതിന് വേറെ മസാല ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതിനകത്ത് കുരുമുളകാണ് ഏറ്റവും ബെറ്റർ ഇതിനകത്ത് ചേർക്കാൻ വേണ്ടി. നമ്മൾ ഓൾറെഡി അതിനകത്ത് കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും ചേർത്തിട്ടുണ്ട്. അത് മാത്രം നമുക്ക് മതി. വേറെ അതിനകത്തൊരു മസാല നമ്മൾ യൂസ് ചെയ്യേണ്ട. അതിനുശേഷം നമ്മൾ ഇത് നല്ലോണം വെന്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കണം. നല്ലോണം ഫ്രൈ ആക്കാൻ വേണ്ടി നമ്മളതിനെ നെയ്യ് ഒഴിച്ചോ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചോ വറക്കാം. ഇപ്പം അത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. വലിവ് അതുപോലുള്ള അസുഖമുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലൊരു ഫുഡാണിത്. നല്ല നമ്മുടെ കടകളൊക്കെ ചെയ്യണം നല്ല ഡിമാൻഡുള്ള സാധനമാണ് ഈ പതപ്പ ഫ്രൈ. അപ്പോൾ അതിനെ നമുക്ക് ചീനച്ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ഇതിനകത്തിടേണ്ട സവോളയും മറ്റും ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് അങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം നമുക്കതിലേക്ക് 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച സവോള അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് വഴണ്ടിടണം. അതിനൊക്കെ കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കാം. ഏകദേശം നല്ലതായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുന്നതിന് നല്ലോണം വഴണ്ടിടണം. അപ്പോൾ ഇത് കപ്പയിലൂടെ കഴിക്കാനോ പൊറോട്ടയിലൂടെ കഴിക്കാനോ ചപ്പാത്തിലൂടെ കഴിക്കാനോ ഏറ്റവും നല്ല ഐറ്റമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണിത്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പതപ്പ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇട്ടപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അതിനുശേഷം നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പതപ്പ ഏകദേശം നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റുണ്ട്. കുരുമുളകിൻ്റെ നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേക ഒരു കാര്യം മറക്കാതിരിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം.